കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളും എത്തിയിരിക്കുകയാണ്. മണ്ണും മഴയും കാട്ടാറും ഒക്കെ ചേർന്ന് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഊർജ്ജപ്രവാഹങ്ങളെയും സാക്ഷിയാകുന്ന കൊട്ടിയൂർ ക്ഷേത്രം ഏതൊരു ശൈവവിശ്വാസിയുടെയും ഭക്തിയെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടത്തിൽ അവസാനിക്കുന്ന കൊട്ടിയൂർ ഉത്സവം വൈശാഖ മാസത്തിൽ, അതായത് ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത്. ബാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയുമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കര സ്ഥിര ക്ഷേത്രം ഉണ്ട്. വൈശാഖോത്സവ സമയത്ത് അക്കര കൊട്ടിയൂരിൽ ക്ഷേത്രം കെട്ടിയുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഉത്സവ സമയത്ത് ഇക്കര കൊട്ടിയൂർ പൂജകളൊന്നും ഉണ്ടാവുകയില്ല. ഇവിടെ എത്തുന്നത് പോലും അതീവ പുണ്യമാണെന്നാണ് പറയുന്നത്. ഇതാണ് ബാവലിപ്പുഴ. നമ്മൾ ബാവലിപ്പുഴ മുറിച്ച് കിടക്കുകയാണ്. ഒരു ചിറയും ഒരു പാലവുമുണ്ട്. നമ്മൾ ഈ ചിറയിലൂടെയാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഒഴുക്ക് വെള്ളത്തിലൂടെ ചിറ മുറിച്ച് കിടക്കുന്നത് ഒരു നല്ല അനുഭവം തന്നെയാണ്. ഞാൻ ഇത്രയും ദൂരം ഞാൻ വെള്ളത്തിലൂടെ നടന്നിട്ടേ ഇല്ല ഇങ്ങനെ. പക്ഷേ ഇതൊരു നല്ല രസം ഉള്ള ഒരു അനുഭവമായി തന്നെ തോന്നി. ആൾക്കാരൊക്കെ നദിയിലിറങ്ങി കുളിക്കുന്നുണ്ട്. ഇത്രയും പരിപാവനമായ ഈ നദിയിലിറങ്ങി കുളിക്കുമ്പോൾ ഒരു പ്രത്യേക ഊർജ്ജം ലഭിക്കും. ഇന്ന് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. രണ്ട് സൈഡിലൂടെയും ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക്. പുഴയിലൊക്കെ ഇറങ്ങി മറുകരയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് യാത്ര ചെയ്തതിൻ്റെയോ മറ്റുള്ള യാതൊരുവിധ ക്ഷീണങ്ങളും ഒന്നും അനുഭവപ്പെടാതെ ഒരു പ്രത്യേക ഒരു എനർജിയാണ്. പിന്നെ ബാക്കിയെല്ലാം ആ ഒരു എനർജിയിൽ നമുക്ക് എത്ര ഇതും നമുക്ക് തരണം ചെയ്ത് പോകാനുള്ള ഒരു എനർജി കിട്ടിയതുപോലെയാണ് തോന്നിയത്. തിരക്ക് കാരണം കുറച്ച് നേരം നമുക്ക് ക്യൂവിലും നിൽക്കേണ്ടി വന്നു. അല്ലെങ്കിലും അരുവിയിലെയും പുഴയിലെയും വെള്ളമൊക്കെ നല്ല പ്യുവറായിട്ടുള്ള വെള്ളമാണ്. അതൊരു പ്രത്യേക ഔഷധ ഗുണമുള്ള വെള്ളം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഒരു 1/2 കിലോമീറ്റർ കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരാം. യാതൊരു കൃത്രിമങ്ങളും ഇല്ലാതെ വനാന്തരീക്ഷം അതേപടി തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇവിടെ. ദക്ഷൻ യാഗം നടത്തിയ യാഗഭൂമിയാണിത്. യാഗത്തിന് എല്ലാ ഈശ്വരന്മാരും കൂടിയ ഊരായതുകൊണ്ടാണ് ഇതിന് കൊട്ടിയൂരെന്ന് പേര് വന്നതെന്നാണ് ഐതിഹ്യം. മറ്റൊരിടത്തും കാണാൻ പറ്റാത്ത ആചാര രീതികളാണ് നമുക്കിവിടെ ദർശിക്കാനാകുന്നത്. സതീദേവിയുടെ ദേഹത്യാഗത്തിൽ മനം നൊന്ത് ധ്യാനത്തിലായ മഹാദേവനാണ് ഇവിടെ മണിത്തറയിൽ നിലകൊള്ളുന്നത്. മറ്റ് മറകൾ ഏതുമില്ലാതെ പ്രകൃതിയിൽ തന്നെയുള്ള ഉപാസനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് 1 വർഷക്കാലം ധ്യാനത്തിലാണ്. വർഷത്തിൽ വൈശാഖ മാസത്തിൽ മാത്രമാണ് 28 ദിവസം ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ഒറ്റപ്പിലാൻ എന്ന ഒരാൾക്കല്ലാതെ മറ്റാർക്കും അതുവരെ പ്രവേശനമില്ല ഇവിടെ. ഞെട്ടിപ്പനയോല കൊണ്ടാണ് ഈ കാണുന്ന കയ്യാലകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. വാളറയിൽ വാളുകൾ സൂക്ഷിച്ചിരിക്കുന്നു. ഈ വാളുകൾ ഇവിടെ വന്നു ചേർന്നാൽ മാത്രമേ ഇവിടെ ഉത്സവം തുടങ്ങുകയുള്ളൂ. 4 വാളുകളാണ് കാണപ്പെടുന്നത്. അതിൽ ഏറ്റവും വലിയ വാൾ മുതിരേരി എന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്നതാണ്. ദക്ഷയാഗം അലങ്കോലപ്പെടുത്തിയ ശേഷം ദക്ഷൻ്റെ ശിരസ് ഛേദിച്ച വാൾ വലിച്ചെറിയുന്നു. ആ വാൾ മുതിരേരിയിൽ ചെന്ന് വീഴുന്നു. ആ വാൾ ഉത്സവ സമയത്ത് മേൽശാന്തി മുതിരേരി, അതായത് വയനാട് നിന്ന് മനുഷ്യർക്ക് സാധ്യമല്ലാത്ത ഒരു ഊർജത്തോടെ ഓടി പാൽച്ചുരം വഴി ക്ഷേത്രത്തിലെത്തിക്കുന്നു. ബാക്കി വാളുകൾ സപ്തപുരം, അതായത് ചപ്പാരം ക്ഷേത്രത്തിലെ വാളുകളാണ്. കൊടുങ്ങല്ലൂർ അമ്മയുടേതാണെന്നാണ് ഐതിഹ്യം. ഈ വാളുകളും ഇവിടേക്ക് എത്തിയാൽ മാത്രമേ ഭക്തജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം ലഭിക്കുകയുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഊർജപ്രവാഹമായ കൊട്ടിയൂർ പെരുമാളിൻ്റെ തിരുസന്നിധിയാണ് ഇത്. തിരുവഞ്ചിറ അല്ലെങ്കിൽ രുദ്രച്ചിറ എന്ന് പറയുന്നു. പ്രകൃതി സ്വരൂപവും പരശുരാമ സാന്നിധ്യവും ഒക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതാണ് ദക്ഷയാഗം നടത്തിയ യാഗഭൂമി. പുരാതനമായ ആചാര രീതികൾക്ക് ഒരു മാറ്റവും വരുത്താത്ത ആരാധനാ രീതിയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമ്മ അറക്കൽ എന്ന് പറയുന്നത്, അതായത് അമ്മ മറഞ്ഞ കല്ല്. ദീപം തെളിയിച്ച് ഓലക്കുടയും മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇവിടെയാണ് സതീദേവി ദേഹത്യാഗം ചെയ്തത്. ശീവേലിക്ക് എഴുന്നള്ളിക്കുന്ന വിഗ്രഹം അല്ലാതെ മറ്റ് ബിംബങ്ങളൊന്നും തന്നെ ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഓരോ അവകാശികളാണുള്ളത്. ഓരോ സമുദായത്തിലെ അംഗങ്ങളാണ് ഇവർ. ഓരോരുത്തർക്കും ഓരോ കയ്യാലകളുണ്ട് ഇവിടെ. സാധാരണ ഈ സമയങ്ങളിൽ മഴ എപ്പോഴും ഉണ്ടാകും. മഴ നനഞ്ഞുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഞങ്ങൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ വളരെ ചെറിയ മഴയേ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്ര ആചാരങ്ങൾക്കൊന്നും ഒരു കാലത്തും ഒരു മാറ്റവും
വരുത്താതെ തന്നെയാണ് ഇവിടെ നടത്തുന്നത്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളി. തിടപ്പള്ളിയിലെ അടുപ്പ് 28 ദിവസവും അണയാതെ തന്നെ നേദ്യം പാകം ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയും വിറകരിഞ്ഞാലും ചാരം വാരാൻ വേണ്ടി കാണില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ ചാരം അത്രയും ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ചെല്ലുന്നുവെന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. മറ്റൊരു ഐതിഹ്യം പറഞ്ഞാൽ ശിവന്റെ ഭൂതഗണങ്ങൾ ചാരം വാരി മാറ്റുന്നു എന്നതാണ്. ഏതായാലും 28 ദിവസം ഒരേപോലെ എരിയുന്ന അടുപ്പിൽ ചാരമില്ലെന്ന് പറയുന്നത് ഒരു മഹാത്ഭുതം തന്നെയാണ്. ഇന്ന് ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടിയാണ് വരുന്നത്. നെയ്യാട്ടം, ഇളനീർ വെയ്പ്പ്, ആലിംഗന പുഷ്പാഞ്ജലി, വാളാട്ടം ഇവയൊക്കെ ഇവിടുത്തെ പ്രത്യേകം ആചാരങ്ങളാണ്. ഇളനീർ സമർപ്പിക്കുന്നതിനായി കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ 121 ഇളനീർ മഠങ്ങളിൽ നിന്നാണ് ഇളനീർ കൊണ്ടുവരുന്നത്. ഇളനീർ കൊണ്ടുവരുന്ന ഓരോരുത്തരും കഠിന വ്രതം നിന്നാണ് സമർപ്പണം നടത്തുന്നത്. സ്വയംഭൂവായ ശിവപാർവതി സങ്കല്പമാണ് ഇവിടെ. അതിനാൽ ഇവിടെ നിഗൂഢമായ തന്ത്രങ്ങളും ആചാരങ്ങളും ഒക്കെയാണ് നടത്തുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രം കൂടിയാണിത്. ഇവിടെ അന്തർജനങ്ങൾ പ്രവേശിക്കരുത് എന്ന ഒരു ആചാരമുണ്ട്. മാത്രമല്ല രാജകുടുംബത്തിലെ കുട്ടികളും പ്രവേശിക്കില്ല. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പതിവ് ശീവേലി ഉണ്ടായിരിക്കും. 2 ആനകളാണ് ശീവേലിക്ക് ഉപയോഗിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ ശീവേലിക്ക് ഉപയോഗിക്കുന്ന ഗജവീരന്മാർക്ക് യാതൊരു അലങ്കാരങ്ങളും ഉണ്ടായിരിക്കുന്നതില്ല. മുന്നിലായി എഴുന്നള്ളുന്നത് പാർവതി ദേവിയും പിന്നിലായി പരമശിവനുമാണ് എഴുന്നള്ളുന്നത്. അവസാനത്തെ 4 ദിവസങ്ങളിൽ പാർവതി ദേവിയുടെ ഗജവീരന് സ്വർണ്ണ നെറ്റിപ്പട്ടവും ഭഗവാന് വെള്ളി നെറ്റിപ്പട്ടവും അണിഞ്ഞ ഗജവീരന്മാരാണ് ശീവേലിക്ക് എഴുന്നള്ളുന്നത്. ഇവിടുത്തെ കയ്യാലകളെല്ലാം ഓരോ വിഭാഗക്കായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. പാലോന്ന്, കണക്കപ്പിള്ള, തിടപ്പള്ളി, ദേഹണ്ണം, കൂത്ത്, കൂവൻ നമ്പീശൻ, കലാശ മണ്ഡപം ഇങ്ങനെ പല വിഭാഗങ്ങൾക്കായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. 27 ദിവസം ഇവർ ഈ കയ്യാലകളിൽ പ്രത്യേക വ്രതം അനുഷ്ഠിച്ചും ധ്യാനത്തിലും
ഒരു പ്രത്യേക തപസ്സിലാണ്. ഈ തപസ്സെല്ലാം കഴിഞ്ഞ് 27 ദിവസം കഴിയുമ്പോഴേക്കും ഇതെല്ലാം മണ്ണിൽ തന്നെ പ്രകൃതിയിൽ തന്നെ ലയിപ്പിച്ച ശേഷം ഇവർ വീണ്ടും അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പിലാണ്. ക്ഷേത്രത്തിലേത് ഗൂഢമായുള്ള ആചാരരീതികളാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇവിടുത്തെ മറ്റൊരു ആചാരമാണ് ആയില്യർക്കാവിലെ അപ്പട നൈവേദ്യം എന്നത്. അതിൽ അപ്പട രുചിച്ച് നോക്കുമ്പോൾ കയ്പ് അനുഭവപ്പെട്ടാൽ ആ ആൾ അടുത്ത ഉത്സവത്തിന് കാണില്ല എന്നാണ് ഐതിഹ്യം. അവർ മരണപ്പെട്ടു പോകും. അപ്പോൾ തന്നെ അവർ ആ ആചാരം വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇതാണ് കൊട്ടിയൂരിലെ ഓടപ്പൂ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മറ്റെവിടെയും കാണാൻ കഴിയില്ല. കൊട്ടിയൂരിലെ മാത്രം പ്രത്യേകതയാണ് ഇത്. കൊട്ടിയൂരിൽ വരുന്ന ഓരോ ഭക്തൻ്റെ കയ്യിലും ഓരോ ഓടപ്പൂ കാണും. ഇത് വീട്ടിലോ വാഹനത്തിലോ ഒക്കെ സൂക്ഷിച്ചാൽ നല്ല ഐശ്വര്യം ഉണ്ടായിരിക്കുമെന്നാണ് ഐതിഹ്യം പറയുന്നത്. റോഡിൻ്റെ ഇരുകരകളിലും പല വിധത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ കെട്ടിയിരിക്കുന്നത് കാണാം. ഉത്സവം കഴിയുന്നതുവരെ ഇവർക്കിവിടെ നല്ല കച്ചവടം നടക്കുന്നതാണ്. ഞങ്ങൾ ഇനി പോകുന്നത് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. അവിടെയും കൂടി തൊഴുതാൽ മാത്രമേ നമ്മുടെ കൊട്ടിയൂർ യാത്രയുടെ പൂർണ്ണത എത്തുകയുള്ളൂ. ഇതാണ് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രം. ഇവിടെ സ്ഥിരം ക്ഷേത്രമാണ്. ഇത് പൂജകൾ എല്ലാ ദിവസവും ഉണ്ട്. അക്കര കൊട്ടിയൂരിലെ 28 ദിവസം, അതായത് ആ ഉത്സവ സമയത്ത് മാത്രം ഇവിടെ പ്രധാനപ്പെട്ട പൂജകളൊന്നും നടത്താറില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ.